ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഓൾ. In this video we are going to discuss 34 activities we can conduct in the class. It's a teaching manual type video, but everybody can understand each and every activities nicely. Activity 11. You have to watch the another video of 1 to 10 activities and other videos about debate, poster making, all activities. Especially I prepared different videos that also you have to see. Let us conduct a debate in the class on we cannot live without mobile phones. First of all, form two groups. രണ്ട് ഗ്രൂപ്പുകളാവുക. ഗ്രൂപ്പ് എ can support the argument and group B can oppose it. എതിർത്തും അനുകൂലിച്ചും സംസാരിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഡിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ you can fix a moderator for the debate. Teacher asked the learners to identify the use and abuse, merits and demerits of mobile phones. You can use other videos for a discussion about the use and abuse of mobile phones. അപ്പോൾ മൊബൈലിൻ്റെ ദുരുപയോഗങ്ങളും ഉപയോഗങ്ങളും നമുക്ക് ഇൻ്റർവ്യൂ നടത്താൻ പറ്റും. മുതിർന്നവരോടൊക്കെ ചോദിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അവരുടെ പ്രഡിക്ഷൻസും ഒപ്പീനിയൻസും ആർഗ്യുമെൻറ്റ്സും ഡിസഗ്രീമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ടീച്ചർക്ക് ചാർട്ടിലോ ബോർഡിലോ എഴുതാം. അല്ലെ ഗ്രൂപ്പുകളിൽ കുട്ടികൾക്കത് തയ്യാറാക്കാം. ദെൻ rewrite the debate points. Then what will happen? The main points of debate we can discuss. Then the debate should happen in the conduct a debate in the classroom. So what are the use and abuses of mobile phones? It's very easy to make a video call, to send a message. We can use mobile phones. But if the students addicted for mobile phones, watching cartoons or watching cricket or other videos, what will happen? So many health problems will come, isn't it? So just think about mobile phones are during the COVID period, mobile phones are very useful to attend the classes, isn't it? But if we use mobile for an excess time without any limit, that will cause many other problems. So just find out all the demerits, merits, then start, conduct, join or participate in the debate. Activity 12, it's a conversation. Teacher invites the attention of the learners for the conversation in the textbook of Ricky and Father, Ricky and Robin, Ricky and the Robot, Ricky and Atul. Gives a worksheet in a conversational format, leads them to write through an interaction. So many examples already given in the textbook itself. അപ്പോൾ സംഭാഷണം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തുടങ്ങി പഠിക്കുന്നതാണ്. കൂട്ടുകാരെ ധാരാളം പ്രാവശ്യം സംഭാഷണങ്ങൾ വായിക്കുകയും സമാനമായി അതിൽ വരുന്ന പൊതുവായി പറയുന്ന അതിൻ്റെ ഒരു കോൺവെർസേഷൻ്റെ ലാംഗ്വേജ് ഉള്ളടക്കപരമായിട്ട് ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും കോൺവെർസേഷൻ്റെ തുടക്കവും ഒടുക്കമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരിക. അതെല്ലാം കാണാതെ പഠിച്ച് തന്നെ വെക്കണം. എങ്കിലേ സ്വതന്ത്രമായിട്ട് നമുക്ക് ഏതൊരു കോൺവെർസേഷൻ ഏത് സാഹചര്യത്തിൽ ഏത് ഉള്ളടക്കത്തിൽ വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്ടിവിറ്റി 13, മെയിൽ ഇമെയിൽ എന്നാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേര് ഇട്ടിരിക്കുന്നത്. ടീച്ചർ ഷോസ് എ പിക്ചർ ഓഫ് എ പോസ്റ്റ് ഓഫീസ് ആൻഡ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെയും പോസ്റ്റ് ഓഫീസിൻ്റെ പിക്ചർ കാണിക്കുന്നു. ചോദിക്കുകയാണ് ആദിമകാലങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം നടത്തിയിരുന്നത്. നമുക്കറിയാം പ്രാവിൻ്റെ കാലിൽ സന്ദേശങ്ങൾ എഴുതി അയക്കുന്ന, പെരുമ്പറ കൊട്ടി വാർത്തകൾ അറിയിക്കുന്ന, അതുപോലെ താളിയോലകളിൽ എഴുതി വാർത്തകൾ കൊണ്ടുപോകുന്ന അഞ്ചലോട്ടക്കാരൻ, ഓടി 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 ദൂരങ്ങൾ താണ്ടി വീടുകളിൽ കത്തുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചലോട്ടക്കാരൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ദറ്റ് വി നോട്ടീസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ ഹൗ ഡസ് ആൻ ഇമെയിൽ വേരിയേറ്റ്സ് ദ പോസ്റ്റ് ഓഫീസ്? അപ്പോൾ ലെറ്റർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് കൂടിയത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുക. റൈറ്റ്സ് ദം ഓൺ എ ചാർട്ട്. വാട്ട് സ്പെഷ്യലി ഓഫ് ദ ഇമെയിൽ ഡു യു നോട്ടീസ്? What quality makes great
Do the changes in communication sector affect social life? അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു വളർച്ച എന്തെല്ലാം ഗുണമാണ് തരുന്നത്, എങ്ങനെയാണ് ഒരു ഇമെയിൽ ചെയ്യുന്നതിന് വേണ്ടി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. Sarah bought a washing machine from a popular outlet. Unfortunately, it has stopped working. Here is an email sent to the company to get it repaired. വാഷിംഗ് മെഷീൻ കേടായിട്ടുണ്ട്, അത് നന്നാക്കാനായിട്ട് ഒരു ഇമെയിൽ അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക. ടു സബ്ജക്റ്റ് സർ, ഐ പർച്ചേസ്ഡ് എ വാഷിംഗ് മെഷീൻ ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. Kindly attend to the issue at the earliest. Copies of necessary documents are attached. ഇവിടെ നമുക്ക് റിക്കി ഒരു കംപ്ലൈൻറ്റ് അയച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? റിക്കി kept on complaining to his parents about the robot, isn't it? But they didn't listen to him. So he decided to register a complaint through email with the robot manufacturing company, asking them to replace the misprogrammed robot. സോ ബാഡ്ലി പ്രോഗ്രാംഡ് റോബോട്ട് എന്ന് റിക്കി ആ റോബോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ റിക്കി ഈ റോബോട്ടിനെ കുറിച്ചുള്ള ഒരു കംപ്ലയിൻറ്റ് ഇമെയിൽ അയക്കുകയാണെങ്കിലും സെയിം പ്രൊസീജിയർ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് കൊടുക്കുക, സബ്ജക്റ്റ് കംപ്ലയിൻറ്റ് റിഗാർഡിങ് റോബോട്ട്. പിന്നെ എന്നിട്ട് എന്താ പറയണ്ടേ? ഐ പർച്ചേസ്ഡ് റോബോട്ട് ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. ജസ്റ്റ് ഓപ്പൺ എ ജിമെയിൽ അക്കൗണ്ട്, then you can send an email very easily. An interesting language game. Complete the following crossword puzzle related to the household chores following the directions given. Chores, household chores already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീട്ടുജോലികൾ പറ്റും. 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുകയും അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ആദ്യം അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം, ഏറ്റവും ആദ്യം ഉത്തരം എഴുതി വരുന്ന ആരാണെന്ന് കണ്ടെത്താം. ഇത്തരം ഇവാലുവേഷൻ നടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ക്ലീനിങ് വിത്ത് എ ബ്രൂം, മോപ്സ് അല്ലേ? അപ്പോൾ എവിടെയാണത് എഴുതേണ്ടത്? 2. കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്, എന്തായിരിക്കും അത്? ഫ്രീ ഫ്രം ഡേർട്ട്, ക്ലീൻ വിത്ത് വാട്ടർ. ആലോചിക്കുക, ശരിയായ ഉത്തരം എഴുതുക. ഇത് വളരെ രസകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. Household chores. Ricky's mother wanted him to do various household chores. Ricky, keep your school bag in the study room. Ricky, put your clothes in the washing room. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers. Take the dust in the almirah. Your parents too might have asked you to do certain things. Write a few of them. Write your name. Keep your school bag in the study room. Muhammad, put your clothes in the washing machine. വാഷ് യുവർ ടിഫിൻ ബോക്സ്, ക്ലീൻ ദ കിച്ചൺ ഏരിയ, ഫിൽ ദ വാട്ടർ ബോട്ടിൽ. അങ്ങനെ നമുക്ക് പ്ലീസ് കൂട്ടി എഴുതാം. അതല്ലാതെയും ഹൗസ് ഹോൾഡ് ചോസ് അനിയത്തിയോട് ചെയ്യാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അമ്മ പറയുന്നതുമായുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. ആക്ടിവിറ്റി പ്ലീസ്. ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു? Fill in the following table by giving some examples. 1 is done for you. Mother, please help me pack my lunch. Teacher, divide the class into 2. 1, 2, 1, 2, 1, 2. Inner group and outer group. On the blackboard. Then the children should ask, Mother, please help me pack my lunch. Mother, please bring my bag. Is it refer to an action completed in the past having its relevance in the present, or it is happening now, right now, or earlier, or yet to begin? Like that, the time of action just discuss among the children. For example, I have lived here for 30 years. So we know it refers an action completed in the past having its relevance in the present. So just find out such sentences in the story or in the textbook or in any other story. This is very interesting. Every children are very able to do this one. Listen to the instruction and act accordingly. So plastic is everywhere. Break free from plastic. പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
പോസ്റ്റർ നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. പേജ് നമ്പർ 22. ലേഔട്ട്, മെസ്സേജ്, കണ്ടൻറ്റ്, ഇല്ലസ്ട്രേഷൻ, പിക്ചർ, ഗ്രാഫിക്സ് ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ ക്ലാസ്സുകളിൽ ഉണ്ടാക്കിയതുപോലെയല്ല, അതിൻ്റെ ലാംഗ്വേജിനെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിക്കണം. 3 R's: റീയൂസ്, റിഡ്യൂസ്, റിമൂവ്. ബിവെയർ അബൌട്ട് സീറോ വേസ്റ്റ്. വാട്ട് ഈസ് സീറോ വേസ്റ്റ്? വേസ്റ്റ് ഉണ്ടാകുന്ന ഇടങ്ങളിൽ തന്നെ അവ ഇല്ലാതാക്കാനും നീക്കം ചെയ്യാനും സുരക്ഷിതമായി അവ ഉണ്ടാകാതിരിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് സീറോ വേസ്റ്റ്. ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്. പ്ലാന്റ് എ ട്രീ ആൻഡ് ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ്. ഈ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയാണ്. ഈ ഭൂമി ആരെങ്കിലും രക്ഷിക്കും എന്നുള്ളത്. ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ഓൺ എർത്ത് ഈസ് അവർ തോട്ട്. someone will save it. Somebody will save the earth. ആര് രക്ഷിക്കാൻ ഭൂമിയെ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ആരോ ഭൂമി രക്ഷിക്കുന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻവയോൺമെൻറ്റ് ഡേ വരുന്നുണ്ട് June 5th. സോ ജസ്റ്റ് പ്രിപ്പയർ പോസ്റ്റർ മേക്കിംഗ്. Throughout the year you will get enough chance, but during the examination, when poster making comes, the child will draw a picture or one line will write. Leads the children to prepare some posters related to the environment day. Unit, we have to list out so many electronic gadgets. So here you are preparing a poster on the misuse of electronic gadgets. Are the learners able to identify the misuse of electronic devices? Could they present events relevant to the team? That all things teacher will assess. Next one, preparation of slogans. Develop the ability to write a slogan. Teacher narrates the context given on page 23 in the class and asks, what will you write? Say, writes as slogan. Who will reply? Let them write the exchanges individually and present them. Those who couldn't write can respond in mother tongue. Teacher can megaphone it. Select the best one and write it on bubble drawn near the display board. സോ മലയാളത്തിൽ നമ്മൾ മുദ്രാവാക്യം എന്ന് പറയും അല്ലേ? നമ്മൾ ഇംഗ്ലീഷൊക്കെ ഇടുന്നുണ്ട്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നൊക്കെ പറയാം. പാട്ട് പോലെ എഴുതാറുണ്ട്. അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുത്. ഇതൊക്കെ നമ്മൾ സ്ലോഗൻ പോസ്റ്ററിൻ്റെ മറ്റൊരു പതിപ്പായിട്ടാണ് സ്ലോഗൻ മുദ്രാവാക്യ ഗീതങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത്. അതുകൂടി നമുക്ക് ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സൊക്കെ ഭൂമിയിൽ ഒരിക്കലും നശിക്കാതെ കിടക്കുന്ന വസ്തുക്കളാണ്. പക്ഷെ ഉപയോഗം കൂടിക്കൂടി വരികയുമാണ് അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഡെവലപ്പ് ദ ലാംഗ്വേജ് എബിലിറ്റി എന്നുള്ളതാണ്. ലാംഗ്വേജ് ഫോക്കസ് അതാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് എഴുതാനായിട്ടും ആലോചിച്ച് സ്വന്തമായി എഴുതാനും ഒക്കെ കഴിയുക എന്നുള്ളതാണ്. ഡെവലപ്പ് യുവർ വെക്കാബുലറി. ടീച്ചർ ഷോസ് എ വീഡിയോ ഓഫ് ന്യൂ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഓൾറെഡി ആ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. Ask the learners to complete the task given individually. Teacher presents the plan in the chart. Places the word cards on the table. Learners paste the card one by one on the chart. Children assess their work based on the discussion and make necessary modifications in their notebooks. Teacher instructs to find out a new words from the passage. അപ്പോൾ പലതരത്തിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. What are the words start with W? What are the words end with ED? What are the words start with P, S, O, etc.? Which letter is repeating twice in a word? ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഗെയിമിലൂടെ ചോദിക്കാം. ന്യൂ വേർഡ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിക്കാനായിട്ടുള്ള പ്രവർത്തനം കൊടുക്കുക. ടീച്ചർ ഈസ് ഫ്ലെക്സിബിൾ ടു അറേഞ്ച് ഓർ ചേഞ്ച് ഓർ ഡിലീറ്റ് ഓർ ട്രാൻസ്ഫോം എനി ആക്ടിവിറ്റി ഇൻ യുവർ ഓൺ വേ.